ദില്ലിയിൽ വീണ്ടും ഒരു നാരീശക്തി ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. രേഖാ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കൂടാതെ പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയെ സ്ഥാനത്തേക്കും. ഡൽഹിയുടെ നാലാമത്തെ വുമൺ ചീഫ് മിനിസ്റ്ററാണ് രേഖാ ഗുപ്ത. സുഷമ സ്വരാജിനും ഷീല ദീക്ഷിത്തിനും അതിശയ്ക്കുമൊടുവിൽ രേഖാ ഗുപ്ത ഡൽഹി ഭരിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഡൽഹിയിൽ BJP സ്ഥാനം ഉറപ്പിച്ച് 11 ദിവസത്തിന് ശേഷമാണ് ഡൽഹി ആര് ഭരിക്കുമെന്നുള്ള തീരുമാനത്തിൽ BJP എത്തിച്ചേരുന്നത്. 27 വർഷത്തിനൊടുവിൽ BJP ഡൽഹിയിൽ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ ഭരണം സ്ത്രീകളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നത് തന്നെ വളരെ അഭിമാനകരമായ ഒന്നാണ്. ആരാണ് ഈ പറയുന്ന രേഖാ ഗുപ്ത? ഡൽഹിയെ മികവുറ്റതാക്കാൻ ഈ വനിതാ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വിശദമാക്കാം. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു രേഖാ ഗുപ്ത. 3 തവണ NCD കൗൺസിലറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഹരിയാനയാണ് 50കാരിയായ രേഖാ ഗുപ്തയുടെ സ്വദേശം. അവരുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഡൽഹിയിലേക്ക് താമസം മാറിയ ഗുപ്ത RSSുമായി അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൽ ചേർന്നിരുന്നു. 93-ൽ ദൗലത് റാം കോളേജിൽ നിന്നുമാണ് അവർ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചത്. 2002-ലാണ് ഗുപ്ത BJPയിൽ ചേരുന്നത്. അതിനുശേഷം ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ഡൽഹി യൂണിറ്റിൽ സെക്രട്ടറിയായി മാറുകയും ചെയ്തു. BJP മഹിളാ മോർച്ചയുടെ സെക്രട്ടറിയായി പ്രസിഡന്റുമായും എല്ലാം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ പരിചയ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് രേഖാ ഗുപ്ത. രേഖാ ഗുപ്ത അധികാരത്തിൽ വരുമ്പോൾ ഡൽഹി നിവാസികൾ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ ഉറ്റുനോക്കുന്ന ഒന്നാണ്. BJP ഭരണം തിരിച്ചു പിടിച്ചതിന് ശേഷമുള്ള ഭരണം. അതുപോലെ തന്നെ ഒരു സ്ത്രീ ശക്തി അധികാരത്തിൽ വരുമ്പോൾ കൂടുതൽ പ്രതീക്ഷയോടെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതിനൊരു കാരണം 15 വർഷത്തോളം ഡൽഹിയെ തോളിലേറ്റിയ, ഡൽഹി നഗരത്തെ ഡൽഹിയാക്കി മാറ്റിയ ഒരു അധികാരി ഉണ്ടായിരുന്നു, ഷീല ദീക്ഷിത്. ഷീല ദീക്ഷിത്തിന്റെ ഭരണം ഡൽഹിയെ വാനോളം ഉയർത്താൻ കാരണമാവുകയും ചെയ്തു. ഡൽഹിക്ക് മെട്രോ അനിവാര്യമാണെന്നും മെട്രോ ഇല്ലാതെ ഡൽഹി നിവാസികളുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നും മനസ്സിലാക്കി തന്ന ഒരു അധികാരിയാണ് അവർ. എന്നാൽ നിർഭയ കേസും മറ്റു പല അഴിമതി കേസുകളും ഷീല ദീക്ഷിത് എന്ന ഭരണാധികാരിയെ ഡൽഹിയിൽ നിന്നും തുടച്ചു മാറ്റുകയുണ്ടായി. അതിനുശേഷം ഡൽഹിയിൽ അധികാരം ഉറപ്പിച്ച ആം ആദ്മി അവരുടേതായിട്ടുള്ള വ്യക്തിമുദ്ര ഡൽഹിയിൽ പതിപ്പിച്ചപ്പോഴും ഡൽഹിയുടെ പ്രധാന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇന്നും ഡൽഹി നിവാസികളുടെ പ്രധാന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നത് വരെ അധികാരികളും ഈ ഭരണവും മാറിക്കൊണ്ടേയിരിക്കും. ഡൽഹിയുടെ പ്രധാന പ്രശ്നം ഇന്നും അനിശ്ചിതമായി നിലകൊള്ളുന്ന ഒന്നാണ്. ഡൽഹിയുടെ കുടിവെള്ളവും പൊല്യൂഷനും എല്ലാം ഓരോ സർക്കാരും അധികാരത്തിൽ വരുമ്പോൾ കൂടുതൽ മോശമാകുന്നതല്ലാതെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ ആർക്കും സാധിച്ചിരുന്നില്ല. BJP കാലെടുത്ത് വെക്കുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അല്ലാതെ ഡൽഹിയിൽ വികസനം എന്ന് പറഞ്ഞ് അവിടെയും ഇവിടെയും മൈനിങ് നടത്തി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കുകളും നടത്തി പൊല്യൂഷൻ കൂടുതലാകുന്നു എന്നല്ലാതെ ഒരു മാറ്റവും വരുന്നില്ല. ഉള്ള സ്ഥലങ്ങളിലെല്ലാം മൈനിങ് നടത്തി ഭൂചലനം വരെ ഡൽഹിയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു തുടങ്ങി. എന്ത് സുരക്ഷയാണ് ഈ നഗരത്തിനുള്ളത്? ഞാൻ ഇവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഡൽഹിയുടെ അവസ്ഥ നേരിൽ അനുഭവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. കുടിവെള്ളം അങ്ങേയറ്റം മോശ അവസ്ഥയിൽ ഉള്ള നഗരമാണ് ഡൽഹി. ഈ യമുന നദിയിൽ നിന്നുമാണ് ഡൽഹിക്കാർക്ക് വെള്ളം വരുന്നത്. ഈ പറയുന്ന യമുനയുടെ അവസ്ഥ കണ്ടാലുണ്ടല്ലോ, ആ നിമിഷം ഭൂമി പിളർന്നു പോകാൻ തോന്നും. അത്രമാത്രം ശോചനീയമായിട്ടൊരു അവസ്ഥ. ഈ വെള്ളമാണ് ഡൽഹിക്കാർ കുടിക്കുന്നത്. ഇവിടെ ടൈഫോയിഡും മഞ്ഞപ്പിത്തും പോലുള്ള അസുഖങ്ങൾ ഒരു ജലദോഷം വരുന്നത് പോലെയാണ് വരുന്നത്. ഡൽഹിയിൽ വന്ന് താമസിക്കുന്ന ഒരാൾക്ക് പോലും ഈ അസുഖങ്ങളൊന്നും വരാത്തതായിട്ടില്ല. ഇതിനെല്ലാം കാരണം എന്താണ്? കുടിവെള്ളമാണ്. വരുന്ന സർക്കാർ ശ്രദ്ധിക്കേണ്ടത് തിങ്ങിപ്പാർത്ത് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഡൽഹിയിലുള്ളത്. ഡൽഹി എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന മനോഹരമായ ചിത്രങ്ങളുണ്ടല്ലോ, അതല്ല ഡൽഹിയുടെ യഥാർത്ഥ മുഖം. ഡൽഹിയുടെ കറുത്ത വശമുണ്ട്. കറുത്ത വെള്ളം കുടിച്ച് ജീവിക്കുന്ന ഡൽഹി നിവാസികൾ, കറുത്ത വായു ശ്വസിക്കുന്ന സമൂഹം. 1000 സിഗരറ്റ് വലിക്കുന്നതിന്റെ എഫക്റ്റ് ആണ് ഇവിടുത്തെ വായു ശ്വസിക്കുന്ന ഓരോരുത്തർക്കും ഉള്ളത്. ഇതെല്ലാം അടിയന്തരമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി പാർട്ടികൾ ശ്രമിക്കുമ്പോൾ ഡൽഹിയിൽ മാറ്റം കൊണ്ടുവരാൻ കൂടി എല്ലാവരും ശ്രമിക്കണം. വികസനത്തിനുപരി ശ്വസിക്കാനുള്ള ഒരു സിറ്റി ആക്കി മാറ്റിയെടുക്കണം ആദ്യം. അതെന്തുകൊണ്ട് മാറ്റാൻ സാധിക്കുന്നില്ല? നിയമങ്ങൾ കർശനമല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഡൽഹി ഇന്നും ട്രാഫിക് കുരുക്കിലാണ്. എത്രയൊക്കെ മെട്രോ സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞാലും ട്രാഫിക് ഇന്നും ഒരു പ്രശ്നം തന്നെയാണ് ഡൽഹിയിൽ. ഇതിനെല്ലാം ഒരു പരിഹാരം
രേഖ ഗുപ്ത കണ്ടെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണിപ്പോ. അതോ ഇനി ഡൽഹിയിൽ ജീവിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഡൽഹി മാറുമോ എന്നുള്ളതും കണ്ടറിയണം.